ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീണ്ടും ഞാനൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു സ്നാക്ക് റെസിപ്പി, വലുതായിട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് എന്തോ വാഴയ്ക്കപ്പം തിന്നണമെന്ന് മനസ്സിൽ തോന്നി. വാഴയ്ക്കപ്പം മീൻസ് പഴംപൊരി. ഞങ്ങളുടെ നാട്ടിൽ ട്രിവാൻഡ്രത്തൊക്കെ അതിനെ വാഴയ്ക്കപ്പം എന്നാണ് പറയുന്നത്. ചിലർക്ക് അതിനെ പഴംപൊരി, വേറെ സ്ഥലത്തൊക്കെ പഴംപൊരി എന്ന് പറയും. വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഒന്ന് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നീട് ആലോചിച്ചപ്പോൾ ചോദിച്ചു എന്തിനാ ഓർഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ പോയി കഴിക്കുന്നത്. ഇവിടെ നോക്കിയപ്പോൾ പഴയിരിക്കുന്നുണ്ട്, മാവും ഉണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് വാഴയ്ക്കപ്പം, അതായത് പഴംപൊരി മേക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോയിലോട്ട് പോവാമല്ലേ? ബാ. നമുക്ക് പഴംപൊരി അതായത് വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് മൈദ എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. 2 അല്ലെങ്കിൽ ഒരു 3 സ്പൂൺ. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ആഡ്. ഞാൻ ഇപ്പോൾ ഒരു 3 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. എൻ്റെ കയ്യിലിപ്പോൾ ഫുഡ് കളർ ഇല്ല, അതാണ് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തത്. ഫുഡ് കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കളർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൽ ഇഡ്ഡലി മാവുണ്ടല്ലോ, ഇഡ്ഡലി മാവും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ട്, കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പഴംപൊരി കിട്ടും. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഇതിനെ നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. ഇതിൽ പഞ്ചസാരയും കൂടി അലിയാനുണ്ട്, അപ്പോൾ അത് കണക്കിലെടുത്ത് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് ഇതിനെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടി ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ബാറ്റർ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ലൂസും അല്ല അധികം കട്ടിയും അല്ലാത്ത രീതിയിലാണ് നമ്മൾ ബാറ്റർ എടുക്കാനായിട്ട്. ഒരുപാട് ലൂസായാൽ പിന്നെ പഴത്തിൽ ആ മാവ് കോട്ട് ചെയ്ത് വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതെ, നല്ല നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററിനെ നമുക്കൊരു 5 to 10 മിനിറ്റ്സ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടല്ലോ, ഒരു 3 നല്ല പഴുത്ത പഴം ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഇങ്ങനെ നീളത്തിനും കട്ട് ചെയ്യാം, അല്ലാതെ ഇതിനെ 2 പീസാക്കിയിട്ട് ഇതിനെയും കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം എനിക്ക് നീളത്തിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് പഴം മുറിച്ചെടുക്കുന്നത്. ഈ ഒരു പീസിനെ നമുക്ക് 3 പീസായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ പഴവും നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം അതെ, പഴമെല്ലാം ഞാൻ മുറിച്ച് സ്ലൈസായിട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നുമല്ലാത്ത രീതിയിൽ ഈ ഒരു സൈസിനെ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണം. അപ്പോൾ നമ്മുടെ പഴം മുറിച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് വെളിച്ചെണ്ണയാണ് നന്നായി യൂസ് ചെയ്യേണ്ടത്, പലഹാരത്തിന് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് എണ്ണ ചൂടായിട്ട് വരട്ടെ. ഇപ്പം അതേ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് പഴം മുക്കി 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുക്കി മാവ് നല്ലോണം നമ്മളെ പഴത്തിൽ ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് 1 by 1 ആയിട്ട്
ഇട്ട് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ പഴംപൊരി നല്ല പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സെറ്റ് എടുക്കാം. ആദ്യത്തെ സെറ്റ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ അതെ, നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വാഴയ്ക്കപ്പം, അതായത് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വാഴയ്ക്കപ്പം, അതായത് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു വ്ലോഗുമായിട്ട് കാണുന്നത് വരെ ബൈ.